കാഞ്ഞിരപ്പുഴ ജലസേചന വകുപ്പ് നടപ്പിലാക്കുന്ന കാഞ്ഞിരപ്പുഴ അണക്കെട്ട് കേന്ദ്രീകരിച്ചുള്ള പുതിയ വിനോദസഞ്ചാര പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കെ ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു. പദ്ധതി രൂപരേഖ സമർപ്പണവും ലോകപ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ഉദ്ഘാടനങ്ങളും അതോടൊപ്പം പ്രവർത്തനങ്ങൾ തീർന്നതിൻ്റെ ഉദ്ഘാടനമെല്ലാം നടത്താനായിട്ട് സാധിച്ചു. എന്താണ് ഇങ്ങനെയൊരു ടൂറിസം പദ്ധതി രൂപപ്പെടുത്താൻ ആലോചിക്കാൻ കാരണമായത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നമ്മുടെ ഡാമുകളും അനുബന്ധമായി വരുന്ന പ്രദേശങ്ങളുമാണ്. കോഴിക്കോട് FSIT റീഡിഫൈൻ ഡെസ്റ്റിനേൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. ചടങ്ങിൽ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ VP ഹബീബ് റഹ്മാൻ, പ്രൊമോട്ടർ ഡോക്ടർ MA കബീർ, ജലസേചന വകുപ്പ് കോഴിക്കോട് ചീഫ് എഞ്ചിനീയർ CS സിനോഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സതി രാമരാജൻ, റഷീദ് ബാബു, രാമചന്ദ്രൻ, വാട്ടർ അതോറിറ്റി ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ജോസഫ്, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി, CPI ജില്ലാ കമ്മിറ്റി അംഗം മണികണ്ഠൻ പൊറ്റശ്ശേരി, അഡ്വക്കേറ്റ് കുശലകുമാർ, KIIDC ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ S തിലകൻ എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്യാനവും സന്ദർശിച്ചാണ് മന്ത്രി മടങ്ങിയത്. വാട്ടർ തീം പാർക്ക്, സ്നോ വേൾഡ്, പക്ഷികളുടെ പാർക്ക്, മറൈൻ ഓഷ്യനറിയം, ഗെയിൻഡ് വീൽ, ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളാണ് കാഞ്ഞിരപ്പുഴയിൽ നടപ്പിലാക്കുക. അണക്കെട്ടും ഉദ്യാനവും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളും ഉൾപ്പെടെ 50 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി പ്രാവർത്തികമാക്കുക.